നമ്മൾ എന്തിനാ സ്കോട്ട്ലൻഡിൽ വന്നേക്കണേ? വണ്ടിയിലാന്ന് എനിക്കറിയാം. എന്തിനാ വന്നേക്കണേ? വണ്ടിയിലാന്ന്. എന്റെ മോനെ. ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങളുടെ ഒരു അടുത്ത ദിവസമാണ്. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഈ ദിവസം കാണാം. അപ്പോൾ ആക്ച്വലി ഇന്നലെ ഞങ്ങൾ അക്കോമഡേഷനിൽ വന്ന് നമ്മൾ പ്രീമിയർ ഇന്നിലാണ് ബുക്ക് ചെയ്തത്. നല്ല അക്കോമഡേഷനായിരുന്നു. ഇവിടെ തൊമ്മു നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അവനൊരു എക്സ്ട്രാ ബെഡ് ഇപ്പോഴും ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഇന്നലെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. കാരണം നമ്മൾ ഹാലിഫാക്സിൽ നിന്ന് സ്കോട്ട്ലൻഡ് വരെ രാവിലെ വണ്ടി ഓടിച്ച് വന്ന് അതിൻ്റെ ക്ഷീണവും ഈ നടന്നതിൻ്റെ ക്ഷീണവും എല്ലാം കൂടി കാരണം ഇന്നലെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ്, ഇപ്പോൾ ഇവിടെ സമയം 6 മണിയായി. അപ്പം നമ്മൾ 5 മണിക്ക് എണീറ്റ് റെഡിയായി. ഇത് തൊമ്മ ഒരു ഹായ് പറഞ്ഞേടാ. ഹായ് അവിടെ നിന്ന് പറയുന്നുണ്ട്. അതൊന്ന് കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മളിനി അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്നത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ട്രെയിൻ എന്ന് വരുന്ന ഒരു സമയത്ത് നമുക്കൊരു സ്ഥലത്ത് ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് ആ ട്രെയിൻ കാണാം. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ആക്ച്വലി അതിനൊരു ടൈമിംഗ് ഉണ്ട്. അതിന് മുന്നേ അവിടെ എത്തി നമ്മൾ പാർക്കിംഗ് പിടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്ര രാവിലെ എണീറ്റ് പോകുന്നത്. അപ്പോൾ നമുക്കിനി പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട്, സ്കോട്ട്ലൻഡ് വിശേഷങ്ങളുമായിട്ട് കാണാം. തമ്മ ഒരു ഹായ്. ഹലോ ഗൈസ് പറ. ഹലോ ബൈ. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുവാണ്. റൂം ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. ആക്ച്വലി ഇവിടെ 2 ബിൽഡിംഗ് ഉണ്ട്. നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. അതായത് കറക്റ്റ് ഈ കാറിൻ്റെ അകത്തോട് കാണുന്ന വിൻഡോ ഇല്ലേ, അവിടെയാണ് നമ്മൾ താമസിച്ചത്. റൂം കൊണ്ടു കൊടുത്തിട്ട് വന്നു. അപ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിലാണ് ഇതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല അക്കോമഡേഷൻ, നമ്മളെപ്പോഴും പ്രീമിയർ പ്രിഫർ ചെയ്യും. നല്ല അക്കോമഡേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആ മലമുകളിൽ കൂടി ഒരു ട്രെയിനും പോയി. നല്ല രസമുണ്ട്, നല്ല രസമുള്ളൊരു സ്ഥലം. അയ്യോ, ഈ സ്കോട്ട്ലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ട് നല്ല അരുവിയും മലകളും കുറേ മരങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തതാണ്.
പോരുന്ന വഴിക്ക് അപ്പോൾ ഒരു ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. തുമ്മുകൂടെ നല്ല ഉറക്കമാണ്. ഞാൻ ചാനേച്ചാൻ്റെ ഒരു കാലൊക്കെ ഒന്ന് ഫ്ലെക്സ് ചെയ്യാനും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി. തമ്മു 82 മൈൽ എന്ന് പറഞ്ഞേ. മൈൽ നിനക്ക് എങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ വന്നത്? നീ സ്കൂളിൽ പോലും പോയിട്ടില്ലല്ലോ. ഒന്ന് പറഞ്ഞേ. തും സ്കൂളിൽ പോയിട്ട് അമ്മേനും കൂടെ പഠിപ്പിക്കണേ ഈ പ്രൊനൗൺസിയേഷൻ കേട്ടോ. 1 2 3 പറഞ്ഞേ. 9 കഴിഞ്ഞ് 20 അല്ല, 9 കഴിഞ്ഞ് 10, പിന്നെ എന്താ 11 30 അല്ല, 12 30 14 അങ്ങനെ ആ പാട്ടോ. സോ അതിന്റെ ലൈന് ഞാൻ പറഞ്ഞു. പഠിച്ച പൂപ്പി പൂപ്പി ബൗ 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 പൂപ്പി പൂപ്പി ബൗ ബൗ ബൗ. ബാക്കി എന്താ? ഒരു മിനിറ്റ് ആലോചിക്കണേ. ആനയും മുയലും താറാവും പൂച്ചക്കുട്ടികളും കുരുവികളും. ആനയും മുയലും താറാവും പൂച്ചക്കുട്ടികളും കുരുവികളും. അങ്ങനല്ല പൂച്ചക്കുട്ടികളും കുരുവികളും കുരുവികളും. മറന്നുപോയല്ലോ. ഒന്നുകൂടെ പാടി നോക്കപ്പോ കിട്ടും. ആനയും മുയലും താറാവും പൂച്ചക്കുട്ടികളും കുരുവികളും. ആടിയുലഞ്ഞ് പോകാമോ പൂപ്പിക്കുട്ട പോകാമോ പൂപ്പി ബൗ 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 പൂപ്പി ബൗ ബൗ ബൗ. ആദ്യം മുതലുമാണ്. ഒരു പാട്ട് പാടാമോന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞ എന്താ? എനിക്ക് പാടാൻ അറിയത്തില്ല, എനിക്ക് പാട്ടുകളുടെ ലിറിക്സ് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. 24 മണിക്കൂർ ഇതല്ലേ കാണുന്നത് ഇപ്പൊ. എന്നിട്ട് ഞാൻ പാട്ട് പാടാമോന്ന് ചോദിച്ചപ്പോ എന്നോട് പാടിത്തന്ന പാട്ട് ഏതാണെന്നറിയോ? മഴയിലൊരു പുഴ, പുഴയിലൊരു മഴ, മഴയിലൊരു പുഴ എന്നാണ് നിന്റെ അപ്പൻ അമ്മയെ പാടിത്തന്നത് കേട്ടോ തുമ്മു. കേട്ടോ തുമ്മു? ആ ഇപ്പൊ അപ്പന് എല്ലാ റൈംസും അറിയാലോ. ഒന്ന് പഠിക്കിച്ച. ഇല്ല വേറൊരു പാട്ടുണ്ട്, അത് ആലോചിക്കട്ടെ, അത് ഞാൻ മറന്നുപോയി. ഏത്? ഒരു സണ്ണിന്റെ ഒരു പാട്ടാണ്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ജസ്റ്റ് ദേ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഈ ഹാരി പോട്ടറിൻ്റെ ഒരു വലിയ ഫാനാണ്. ഹാരി പോട്ടർ ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്, മൂവി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണാൻ പോകുന്നതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ബാബാ ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഈ സ്ഥലത്ത് എത്തി. നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടു. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മൾ ഹായ് പറഞ്ഞത് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്. നമ്മൾ മലമുകളിൽ ചെറിയൊരു ട്രക്കിംഗ് പോലെ ഒത്തിരി ഒന്നും നടക്കണമെന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം ഒന്നും നടക്കാനുണ്ടെന്നാണ് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടത്. അതുകൊണ്ട് നമ്മളിനി മുകളിലെത്തി ഹാരി പോട്ടർ ട്രെയിൻ കാണാം. നമ്മളിപ്പം 10:45 ഈ ട്രെയിൻ വരുന്നത് ഇതിലൂടെ. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി 9:45 കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. നമ്മൾ എന്തിനാണ് ഇങ്ങനെ നേരത്തെ വരണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ ലാസ്റ്റ് കിടന്ന ഒരു സ്ലോട്ടാണ് കിട്ടിയത്. അപ്പം നമുക്ക് പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തുക. പിന്നെ നമ്മുടെ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നാൽ നമുക്ക് കറക്റ്റ് സ്പോട്ട് ചെയ്യുന്നത് കാണാം. തൊമ്മൻ്റെ മെയിൻ വിനോദം എന്താണെന്ന് വെച്ചാൽ എവിടെ പോയാലും കല്ല് പെറുക്കിക്കൊണ്ട് നടക്കണം. എല്ലാ സ്ഥലത്തുനിന്നും കല്ല് പെറുക്കും. ഇവിടുന്ന് കല്ല് പെറുക്കലാണ് പരിപാടി ആശാൻ്റെ. ഓർഡർ നല്ല അടിപൊളി സ്ഥലമാണ് അല്ലേ? ഇവിടെ നിന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കണം വെച്ചാ. ഇതും കൂടി ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അത്, ഈ ഹാരി പോട്ടറിൻ്റെ ട്രെയിൻ കാണണമെന്ന്. അത് ഈ വഴി കൂടി പോകുന്നേ. അപ്പൊ ആൾക്കാരെല്ലാം അത് കാണാനായിട്ട് ഇങ്ങനെ കയറി നിൽപ്പുണ്ട്. ഇതിലൂടെയാണ് ട്രെയിൻ പോകാൻ പോകുന്നത്. നമ്മളിത് ആൾക്കാർ നിൽക്കുന്ന ആ പോയിന്റിൻ്റെ അവിടെ നിൽക്കണം. Thank you so much. വിട്ടെ തുമ്മ. അപ്പോൾ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഈ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇത് വെയിറ്റ് ചെയ്യുന്നത്. നേരത്തെ വന്ന് നിൽക്കുവാണ്. നമ്മളപ്പോൾ നേരത്തെ വന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഈ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഈ ട്രെയിൻ ഒന്ന് കാണണം എന്നുള്ളത്. താങ്ക് യു ചാ.
അപ്പൊ പ്ലാന്റ് വെള്ളം ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തി കാണാൻ പറ്റി അല്ലേ അച്ഛാ? All credits goes to Shivin Babu. അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ആ ട്രെയിൻ ഒന്ന് കാണണം. അത് അതേ പോയിന്റിൽ വെച്ചിട്ട് അത് കറക്റ്റ് നമ്മൾ ടൈമിംഗ് ആയിരുന്നു. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ആൾക്കാർ, നമ്മൾ വണ്ടിയും കൊണ്ടൊക്കെ വരുന്ന ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ 10:45 ആ ട്രെയിൻ അങ്ങോട്ടേക്ക് പോകുന്നത്. തിരിച്ചു വരുന്നുണ്ട് 1:30 1 മണിക്കോ കണ്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഈ 10:45 പോകുമ്പം അത് 10:30 to 10:45 ആണ് ഒരു ടൈം പറയണമെങ്കിലും ഇത് കുറച്ചുകൂടെ ലേറ്റ് ആയി 10:50 10:55 എങ്ങാണ്ടോ ആയിരുന്നു ആ ട്രെയിൻ വന്നപ്പം. 11 കഴിഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ എടുക്കണേൻ്റെ ഇതിൽ കറക്റ്റ് ടൈം ശ്രദ്ധിച്ചില്ല. എന്തായാലും 10:45 കഴിഞ്ഞിരുന്നു, കുറച്ച് സമയം മുന്നോട്ട് പോയായിരുന്നു. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ നേരത്തെ വരിക. നിങ്ങൾക്ക് ഇവിടെ ശരിക്കും ആ മുകളിൽ കുറച്ച് നടക്കാനുണ്ട്. ഈ നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഈ നല്ലൊരു സ്പോട്ടിൽ പോയിരുന്ന് ഈ ട്രെയിൻ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാണുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും. പിന്നെ നല്ലൊരു സ്പോട്ട് അവിടെ കണ്ടുപിടിച്ചൊരു നല്ല സ്ഥലത്ത് നിൽക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ടാസ്ക്കാണ്. അതിനേക്കാളും വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പാർക്കിംഗ് കിട്ടുക എന്നുള്ളത്. പാർക്കിംഗ് പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് പണി കിട്ടും നമ്മൾ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ. അപ്പം നമ്മൾ പ്രോപ്പർ എന്താ വേണ്ടേ? സോക്സോ? അപ്പം നമ്മൾക്ക് പാർക്കിംഗ് കിട്ടണമെങ്കിൽ കുറച്ച് ഇതാണ്. അതുകൊണ്ട് നേരത്തെ വരിക. ഏകദേശം ഒരു 9:45 9:30 എത്തിയാലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ ആണെങ്കിൽ നമുക്ക് മുകളിൽ പോയി നിന്ന് കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ നിന്ന് ഏതെങ്കിലും നല്ലൊരു സ്പോട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. എനിവേ ഞാൻ ഒരു 1 month ആയിട്ട് നിന്ന് ഇതിൻ്റെ പ്ലാനിങ്ങിലായിരുന്നു. എന്തായാലും ചേട്ടൻ്റെ പ്ലാനിങ് അടിപൊളിയായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി. എല്ലാ സ്ഥലത്തും ഓൺ ടൈമിൽ എത്താൻ പറ്റി. എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റി. അയ്യോ, ആ ഒരു ജാള ഫേസേ ഇങ്ങനെ ക്യാമറ മാറി കഴിയുമ്പോ എന്താ കമന്റ് പറയണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാവേ. അല്ലേ നമ്മ? ഡാഡയ്ക്ക് താങ്ക് യു ഡാഡാ. തൊമ്മ ഇരിക്കണുണ്ടോ? തൊമ്മയുടെ കോക്കോയും കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് തൊമ്മന്റെ ലോകമാണ് ബാക്ക് സീറ്റ്. അവിടെ നമ്മളെപ്പോലും തൊമ്മ കേട്ടത്തില്ല. അത് തൊമ്മന്റെ സാമ്രാജ്യമാണ് അവിടെ. അല്ലേ തൊമ്മ? ഒരു ഹായ് പറ. തൊമ്മ തന്നെ സെൽഫ് വ്ലോഗ് ഒക്കെ ചെയ്യുവേ. ഹലോ ഗൈസ് എന്നൊക്കെ പറയാം. ഹലോ ഗൈസ് എന്നല്ല പറയണേ, ഒക്കെ വേറെന്തൊരു വാക്കല്ലോ, ഹലോ ചീ എന്നാ പറയണേ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ Airbnb, നമ്മുടെ അക്കോമഡേഷനിലേക്കാണ്. അപ്പം ഇന്ന് മുതൽ നമ്മളിനി എടുത്തേക്കുന്ന Airbnb ആണ് അക്കോമഡേഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകണം. അക്കോമഡേഷൻ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇൻവർനെസ്സിലാണ് നമ്മുടെ അക്കോമഡേഷൻ. അപ്പോൾ ഇൻവർനെസ്സിൽ ചെന്ന് നമ്മുടെ അക്കോമഡേഷനിൽ ചെന്ന് നമ്മളൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലം പിടിക്കണം. അപ്പോൾ അതിന് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഫുഡ് കഴിക്കാനുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇവനെയും കൊണ്ട് വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. കടകളിലൊക്കെ കയറാറുണ്ട്. എനിക്ക് ഗിഫ്റ്റ് ഷോപ്സ് ഒക്കെ കാണിക്കണം എന്നുണ്ട്. പക്ഷെ അവിടെ കയറുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് എൻഗേജ്ഡ് ആയി പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണിക്കാത്തത്. ഇനി ഏതെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് ഷോപ്പിൽ പോകുമ്പോൾ ഇവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ നല്ല കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. നല്ലൊരു പ്ലേസാണ് സ്കോട്ട്ലൻഡ്. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു നല്ല പ്ലേസ്, നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ്. സീനറി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി സ്കോട്ട്ലൻഡ് ഇഷ്ടപ്പെടും. നമുക്ക് നല്ലൊരു ഡ്രൈവ് ഒക്കെ എടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ നല്ലൊരു സൂത്തിങ് ക്ലൈമറ്റ്, സൂത്തിങ് എൻവിറോൺമെന്റ് അല്ലേ, അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അത് തമ്മന് ഇഷ്ടപ്പെട്ടോ സ്കോട്ട്ലൻഡ്? നമ്മൾ എന്തിനാ സ്കോട്ട്ലൻഡിൽ വന്നേക്കണേ? വണ്ടിയിലാന്ന് എനിക്കറിയാം. എന്തിനാ വന്നേക്കണേ വണ്ടിയിലാന്ന്? എന്റെ മോനെ തൊമ്മ, നമ്മൾ എന്തിനാ വന്നേക്കുന്നേ? ഹോട്ടലിലാ വന്നേക്കുന്നേ. തൊമ്മന്റെ ബർത്ത്ഡേക്ക് വന്നേക്കുന്ന നമ്മൾ സ്കോട്ട്ലൻഡിൽ കേട്ടോ. നമ്മൾ എന്തിനാ വന്നേക്കണേന്ന്? വണ്ടിയിലാണോ? മാസം ഡയലോഗ് തൊമ്മ അടിക്കുള്ളൂ.
അപ്പൊ ശരി, എന്നാ നമ്മൾക്കിനി പോകുന്ന വഴിയിലുള്ള അടുത്ത വിശേഷങ്ങളൊക്കെ കാണിക്കാം. പോകുന്ന വഴിയിലുള്ള സീനറികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് നമ്മുടെ ഇപ്പോഴത്തെ രാവിലത്തെ അക്കോമഡേഷനിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് നിർത്തി ഇങ്ങനെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നേ. എന്നുവെച്ചാൽ കുഞ്ഞു കുറേ സ്ഥലങ്ങൾ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ. പക്ഷെ നമുക്കത് കംപ്ലീറ്റ് നമുക്കൊന്നാമത് നിർത്താൻ സമയം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടണം എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ സ്പീഡിൽ ഇങ്ങ് പോന്നു. പിന്നെ എന്തുവാ പറ്റിയേ, അതുകൊണ്ടാണ് നമ്മൾ നിർത്താതിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈമൊക്കെ ഉണ്ട്, കുറേ ദിവസങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പയ്യെ നിർത്തി സ്ഥലങ്ങളൊക്കെ കണ്ട് പയ്യെ വന്നാൽ മതി. കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിയിലുള്ള ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം.